അണക്കെട്ടുകളൊക്കെ തുറന്നു വിടുകയും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും റോഡ് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, അങ്ങനെ പാലങ്ങൾ പോകുന്നു, ഒരുപാട് നടക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇമാതിരി കാണിക്കുന്നവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നമസ്കാരം. ഞാൻ ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ, ഒരു റീല് നിങ്ങളെ കാണിക്കാം. ഒരു പേജിൽ വന്നൊരു റീലാണ്. ശ്രമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കാന്ന്. ഓക്കെ, പിന്നെ ഓക്കെ ഏതായാലും നോക്കാം. ഇവര് ഒരു ശ്രമം നടത്തുന്നുണ്ട്, നോക്കാം ഏതായാലും. ഓക്കെ, ഞങ്ങളെല്ലാം സാക്ഷിയായിക്കൊണ്ട് അവരിങ്ങനെ പോകുന്നുണ്ട്. ഇത് ഇന്നിങ്ങോട്ട് വാഹനം പോയിട്ടില്ല. പോവാണ്, അടുത്തോളം എത്തുമെന്നുള്ള അറിയില്ല. പഠിച്ചോനെ അമ്പിച്ച വെള്ളല്ലേ. വണ്ടി ഏകദേശം പോയി ഇല്ല, അതാ വണ്ടി ഒഴുകി പോകുന്നുണ്ടടാ, വണ്ടി ഒഴുകി പോന്ന്. ഒന്നാക്കിനാല വണ്ടി ഒഴുകിപ്പോയി, വണ്ടി ക്രോസ് ആയിട്ട് ഒഴുകിപ്പോയിരിക്കുന്നു. ഓക്കെ, തള്ളിയാ മതി. ശ്രമം. ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഈ സോഷ്യൽ മീഡിയയുടെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പെട്ടെന്ന് കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നമ്മുടെ നാട്ടിലത്തെ, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. മഴയും ബാക്കിയുള്ള പേമാരിയൊക്കെ കാരണം പലയിടത്തും വെള്ളക്കെട്ടും അണക്കെട്ടുകളൊക്കെ തുറന്നു വിടുകയും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും റോഡ് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, അങ്ങനെ പാലങ്ങൾ പോകുന്നു, ഒരുപാട് നടക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇമാതിരി കാണിക്കുന്നവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഈ കാണുന്ന വീഡിയോയിൽ ഈ ആപത്ത് വരുത്തി വെക്കുകയല്ലേ ചെയ്യുന്നത്? വരുത്തി വെക്കുന്ന വിനയല്ലേ ഈ കാണിക്കുന്നത്? ഈ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് എന്താണ് തിരിച്ചു പറയാനുള്ളത്, തിരിച്ചു കൊടുക്കാനുള്ളത്? സ്ഥലം എവിടെയാണെന്ന് വ്യക്തമല്ല, എന്നാലും ഒരു വെള്ളപ്പൊക്കം, അതായത് വെള്ളം ആ പാലത്തിന്മേലായിരിക്കാം, അത്രയും വെള്ളം കയറി നിൽക്കുന്ന സ്ഥലത്തേക്ക് ആ വീഡിയോയിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട്, ആ സ്ഥലത്തേക്ക് ഇന്ന് വണ്ടി അധികമൊന്നും പോയിട്ടില്ല, വണ്ടി ഒന്നും ഇന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നു. എന്നാലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ജീപ്പ്, ഒരു താറാണെന്ന് തോന്നുന്നു, ആ ജീപ്പിൽ മുന്നോട്ട് 2 പേര് ചേർന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പകുതിക്ക് ചെന്നപ്പോഴത്തേക്കും അവരങ്ങോട്ട് പോകുന്നു വന്നിട്ട് നോക്കി നിന്നതിന് ശേഷം, അത്രയും ആൾക്കാർ അവിടെ നോക്കി നിന്നതിന് ശേഷം വണ്ടി മുന്നോട്ട് പോകുന്നില്ല, വണ്ടി ഒലിച്ചു പോകുമ്പോൾ വീഡിയോയിൽ ഒരാൾ പറയുന്നുണ്ട്, പടച്ചോനെ എന്ന്. അപ്പം പടച്ചോനെ വിളിച്ചിട്ട് എന്തിനാണ് കാര്യം? എന്താണ് കാര്യം? പടച്ചോൻ വരുത്തി വെച്ചതാണോ ഇത്? അല്ലെ ഈ പറയുന്ന ദൈവം വരുത്തി വെച്ചതാണോ ഇത്? സ്വന്തമായിട്ട് വരുത്തി വെച്ച വിനയല്ലേ ഈ കാണിക്കുന്നത്? ശുദ്ധ തെമ്മാടിത്തരമല്ലേ? അതും ഈ സമയത്ത് ആപത്ത് വലിച്ചു വെക്കുകയല്ലേ ഈ ചെയ്യുന്നത്? ഇതിനെയൊക്കെ എങ്ങനെ പ്രതികരിക്കണം? ഇവരോടൊക്കെ എങ്ങനെ പെരുമാറണം? ഏത് രീതിയിൽ കാണണം? ഇന്നത്തെ കേരളത്തിലെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എത്രത്തോളം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം. അപ്പോൾ സ്വന്തമായിട്ട് ഓരോ ആപത്ത് വരുത്തി വെക്കുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം? നമുക്കറിയാം, വയനാട്ടിലെ സാഹചര്യം, കേരളത്തിലെ വയനാട്ടിലെ സാഹചര്യം വളരെയധികം ദുസ്സഹമാണ്. വീടുകൾ ഇടിഞ്ഞു വീഴുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു, ഡാമുകൾ തുറന്നു വിടേണ്ട അവസ്ഥ. അങ്ങനെ കേരളം മൊത്തത്തിൽ ഒരു ദുസ്സഹമായ സാഹചര്യം കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ദുഷ്കരം ഞാൻ ഈ പറഞ്ഞ വയനാട് തന്നെയാണ്. ഉരുൾപൊട്ടലിൽ 60ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡാമുകളിൽ വെള്ളം താങ്ങാവുന്നതിന് അപ്പുറമായതുകൊണ്ട് തന്നെ ഷട്ടറുകൾ തുറന്നു വിടേണ്ട അവസ്ഥ. പാലങ്ങൾ ഒലിച്ചു പോകുന്നു, വീടുകൾ നശിക്കുന്നു, റോഡുകളിൽ കൂടി പോലും വണ്ടിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ. അങ്ങനെ ഒരുപാടുണ്ട് നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ. ഒരുപക്ഷെ നാളെ അത് നമുക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മൾ ആപത്ത് വലിച്ചു വരുത്തി വെക്കാതിരിക്കുക, അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ മുൻകൂട്ടി ജാഗ്രതയാണ് പുലർത്തേണ്ടത്.
അല്ലാതെ ഈ കാണിച്ചതുപോലെ ശുദ്ധ അസംബന്ധം, ശുദ്ധ അഹങ്കാരം അല്ല വേണ്ടത്. ഈ ഒരു സിറ്റുവേഷനെ, ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം എന്നത് മാത്രമായിരിക്കണം ചിന്ത. അല്ലാതെ തോന്നിയ രീതിയിൽ തോന്നിവാസവും ചെയ്തിട്ട് അള്ളാ പടച്ചോനെ അല്ലെങ്കിൽ കർത്താവേ കൃഷ്ണ എന്നൊന്നും വിളിച്ചിട്ട് യാതൊരു പ്രയോജനവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. ആ കമൻറ്റ് ബോക്സിൽ വന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിക്കാം. ചത്തില്ലെങ്കിൽ കൊന്നേക്ക്, ആരും പേടിക്കണ്ട, കേസ് എടുത്തിട്ടുണ്ട്. ഒറ്റ ചോദ്യം, മരിച്ച? ഇങ്ങനെ കുത്തിക്കഴപ്പ് കാണിക്കുന്ന വീഡിയോ കണ്ട് ആരും സങ്കടപ്പെടേണ്ട, ഇതൊക്കെ ചോദിച്ച് വാങ്ങുന്നതാണ്, കൃത്യമായ കാര്യമാണ്. ഇതൊക്കെ ചോദിച്ച് തന്നെയാണ് മേടിക്കുന്നത്. എത്രത്തോളം ഈ പറഞ്ഞ പോലെ എത്രത്തോളം കുത്തിക്കഴപ്പുണ്ടായിട്ടാണ് അത്രയ്ക്ക് അഹങ്കാരം നടത്തിയത്. ചത്താൽ മതിയായിരുന്നു. വണ്ടി ഒഴുക്കി വിടാനുള്ള ശ്രമം വിജയിച്ചിരിക്കുന്നു. ചില കമൻറ്റുകളൊന്നും നമുക്ക് പൊതുവെ പറയാൻ പറ്റില്ല കേട്ടോ. പടച്ചോനെ ആ നാറികൾ മരിച്ച് ബോഡി കിട്ടാതെ ആവണേ. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോയ്ക്കടിയിൽ വീണ കമൻറ്റുകൾ. ഇതൊക്കെ കാണുമ്പോഴാണ് അർജുനെക്കുറിച്ച് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ 14-15 ദിവസങ്ങളായിട്ടും അർജുനെ കണ്ടെത്താൻ സാധിച്ചില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. തൻ്റെ മകന് അവസാനമായ ഒരു നോക്ക് കാണാൻ പോലും അർജുനെ സാധിച്ചില്ല. തൻ്റെ ഭാര്യയ്ക്ക് സാധിച്ചില്ല. തൻ്റെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. തൻ്റെ സുഹൃത്തുക്കൾക്ക് സാധിച്ചില്ല. തൻ്റെ നാട്ടുകാർക്ക് സാധിച്ചില്ല. എന്തിനേറെ പറയുന്നു, കേരളത്തിലുള്ളവർ മുഴുവൻ അർജുന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ അർജുനെ കണ്ടെത്താൻ പറ്റിയില്ല, സാധിച്ചില്ല. അവനെ ഇപ്പോഴും കാത്തിരിക്കുന്നു അവൻ്റെ മകൻ, അവൻ്റെ ഭാര്യ, അവൻ്റെ മാതാപിതാക്കൾ. കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ, ജീവിച്ചിരിപ്പുണ്ട് എന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളം പ്രളയം, മഹാപ്രളയം, കൊറോണ വൈറസ്, അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളെ നേരിട്ടതാണ്. അതുകൊണ്ട് തന്നെ ആപത്തുകൾ വിളിച്ചു വരുത്തി വെക്കാതിരിക്കുക. സുരക്ഷിതരായി വീടുകളിൽ കഴിയുക. ബാക്കിയുള്ളവരെ കൂടി സുരക്ഷിതരാക്കാൻ ശ്രമിക്കുക. നിലവിലെ ഈ സാഹചര്യം മാറി നമ്മുടെ ഈ കൊച്ചു കേരളം തിരിച്ചു വരും. അതിനു വേണ്ടിയിട്ട് നമുക്ക് കൈകോർക്കാം. വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടി, വയനാട്ടിലെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യം നമുക്ക് വളരെയധികം അറിയാവുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. അതെങ്കിലും ആവട്ടെ.